ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം. ഇന്ന് ഞങ്ങൾ ചാലക്കുടിക്കാണ് പോകുന്നത്. ഈ കാണുന്ന ബേക്ക് ഹൗസ് മനുവിൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ചാലക്കുടിയിലാണ് കേട്ടോ ഇത്. ഇതേ ഇവിടുത്തെ 2 പാക്കറ്റ് ബേക്കറി സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ പറ്റോ, നല്ല ടേസ്റ്റാട്ടോ ഇത്. മനു ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് നല്ല ടേസ്റ്റുള്ള പ്രൊഡക്റ്റുകൾ കേട്ടോ. ഇവരുടെ ദോശമാവ് ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ് ദോശ. അത്തുവാ അതാരാണ്? ആ സന, പിന്നെ ആ ആ ആഹാ നല്ല രസമുണ്ടാ? തൂക്കുപാലം കണ്ടാലൊക്കെ, പക്ഷെ ഇത് എന്താ സംഭവം എന്നറിയണ്ടേ? ഇത് എവിടെ സ്ഥലം എന്നറിയണ്ടേ? കാടുകുറ്റിയാ? കാടുകുറ്റിയാട്ടോ, ശരിയാണ്. കാട് വിശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിന് ഈ പാലം വരെ, തൂക്കുപാലം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. ഇത് വലിയ പ്രശ്നമല്ല സാധന. നമ്മളവിടുത്തെ ചൊക്കനെ അവിടുത്തെ പോലെ ഇങ്ങനെ ആടണില്ല അല്ലേ? അത്രയ്ക്ക് ആട്ടമൊന്നുമില്ല ഈ തൂക്കുപാലം. അവരൊക്കെ നടന്ന് തൂക്കുപാലത്തിൻ്റെ ഒരു അറ്റത്തെത്തിയേ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിയെ പതിയെ നടന്ന് പോരുകയാണ്. വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ ഞാൻ പോന്നിട്ടുള്ളത്. ചെരുപ്പടക്കം വീട്ടിലിടുന്ന ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ മനുവും പാത്തും കൂടി സ്കൂട്ടിമ്പോൾ പോരാൻ നിൽക്കുന്നു. അപ്പോൾ സനമോള് വാശി പിടിച്ചു. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പോൾ പിന്നെ അവർ വണ്ടി എടുത്ത് പോന്നു, കാർ എടുത്ത് പോന്നു. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാനും അവരുടെ കൂടെ പോന്നു. നല്ല രസമല്ലേ ഇവിടെ കാണാൻ? നല്ല രസമാട്ടോ. ഈ പാലത്തിന്മേൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാലെങ്ങാനും തൂക്കുപാലെങ്ങാനും പൊട്ടി വീണാൽ എന്തായിരിക്കും അവസ്ഥ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതല്ല തോന്നുന്നു കേട്ടോ. കുറേ നടന്നു പോരുമ്പോഴേ തല കറങ്ങി കേട്ടോ. അവരൊക്കെ ഫ്രണ്ടിലെത്തി. അവരൊക്കെ തൂക്കുപാലത്തുമ്പോൾ തിരിച്ചു പോകുന്നു. ഞാൻ അവിടെ എത്തിയിട്ടില്ല. പിന്നെ നോക്കി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ചയിട്ട് എങ്ങനെയുണ്ട്? പട്ടിക്ക് ടീഷർട്ട് ഇട്ട് നോക്കിയേ, ഒരു ട്രൗസറും കൂടി ഉണ്ടെങ്കിൽ പൊളി തന്നെ. പിന്നെ മനുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആയിരിക്കുന്നത് താടിയുള്ളത്. അപ്പോൾ അവൻ്റെ ഒന്നും ആ ബേക്ക് ഹൗസ്. അവൻ്റെ വക ഞങ്ങൾക്കൊന്ന് ചായയൊക്കെ ഉണ്ട് കേട്ടോ. ചായയും പിന്നെ സമോസയും പഴംപൊരിയും. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, പ്ലാൻ ഇട്ട് പോകുന്നതല്ല. മക്കൾ പോന്നപ്പോൾ പിന്നാലെ ഞാനും കൂടി പോകുന്നതാണ്. പാത്തൂന് ഉറക്കം വന്നിട്ടാണ് പാത്തു ഇരിക്കണത്. ഞങ്ങളിത് വീടെത്താറായിട്ടോ. അപ്പോൾ നാളത്തേക്ക് കറി വെക്കാനൊന്നുമില്ല. അപ്പോൾ മീൻ കടയിൽ കയറിയിട്ട് മീൻ വാങ്ങി. ഇത് ഈ വലിയ മീനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു. ഇതിൻ്റെ പേര് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കടയിൽ നിന്ന് തന്നെ കഷ്ണങ്ങളാക്കി തന്നു കേട്ടോ. അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്ന് രാവിലെ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അങ്ങനെ മീനിൻ്റെ ഐസൊക്കെ പോയി. കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചു കൊടുന്നു കേട്ടോ. കറിവേപ്പില അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് കൊടുന്നത്. ഇവിടുത്തെ കറിവേപ്പില എടുക്കണമെങ്കിൽ മുകളിൽ ആരെങ്കിലും കയറണം, ടെറസിൻ്റെ മുകളിൽ. അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നു. ഇന്നലെ പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ആർക്കും ചോറ് വേണ്ട കേട്ടോ. അപ്പോൾ ചോറ് അങ്ങനെ ബാക്കിയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ലവണ്ണം കഴുകിയിട്ട് തിളപ്പിക്കാൻ വെച്ചു. ഇനി ഈ ചോറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇന്ന് ചോറ് വെക്കുള്ളൂ. വെറുതെ ബാക്കി കളയാൻ. ഇങ്ങനെ ഇത് എനിക്ക് പേര് ഓർമ്മയില്ലാത്ത മീനിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കി. ഞാൻ എപ്പോഴും മീൻകറി അധികവും വെക്കാറ് ഇങ്ങനെ കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പാത്തൂനില്ല പാല് തിളപ്പിച്ചപ്പോൾ ഗ്യാസുമ്മ കൂടിയൊക്കെ ഒന്ന് തിളച്ച് പോയി. അപ്പം തന്നെ അത് എടുത്ത് ഒന്ന് അവിടെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ അവിടെ കിടന്ന് തിളക്കുമ്പോഴത്തേക്കും മീൻ വറുക്കാനുള്ള മസാല തയ്യാറാക്കി. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്തു കേട്ടോ. പിന്നെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഓരോ മീനിനെയും അരപ്പ് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ കറിയൊക്കെ സെറ്റായി തൂമിച്ച് ഒഴിച്ചു. അങ്ങനെ ഇതേ മീൻകറി സെറ്റായി. ഇനി ഈ മീൻകറി ഇതിൽ നിന്നൊന്ന് കുറുകണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി. പിന്നെ മീൻ വറുക്കാനതൊക്കെ വറുക്കാൻ വെച്ചു. എണ്ണ കുറവായിരുന്നു കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തൽക്കാലത്തേക്കുള്ള മീൻ മാത്രം വറുത്തെടുത്ത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മനു മുട്ട ബജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ബജിയും കിഴങ്ങ് ബജിയും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് അവിടെ കഴിച്ചു. പിന്നെ മനുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ, ഒരു കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ മാങ്ങയും സബോളയും പിന്നെന്താ പച്ചമുളകും പിന്നെ അതൊക്കെ മസാല ഇട്ടൊന്നും എനിക്കറിയില്ല. അതെല്ലാം മിക്സ് ചെയ്തിട്ട്
ഒരു മാങ്ങ മസാല ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിലെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഇന്ന് ചോറ് കഴിക്കുമ്പോൾ ആ ചോറിനും കറിക്കും പ്രത്യേക രുചിയായിരിക്കും അല്ലേ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇവിടെ അവസാനിക്കണം. ഓക്കെ, ബൈ ബൈ, സി യു.